എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യവും 18-ാം വാക്യവും. ദൂതൻ അവനോട് പറഞ്ഞത്, സഖരിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേർ ഇടയണം. 18-ാം വാക്യം. സഖരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സെന്നുള്ളൂവല്ലോ എന്ന് പറഞ്ഞു. സഖരിയാവും എലിസബത്തും ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു എന്ന് അവരെ കുറിച്ച് ലൂക്കോസ് 1-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സഖരിയാവ് ആലയത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദീർഘവർഷങ്ങളായി ഈ ദമ്പതികളുടെ പ്രാർത്ഥനയായിരുന്നു അവർക്കൊരു പൈതലിനെ ലഭിക്കണം. അതുകൊണ്ടാണ് സഖരിയാവിന്റെ വാർദ്ധക്യ സമയത്തോളം ആകുമ്പോഴാണ് ദൂതൻ വന്ന് സഖരിയാവിന് പ്രത്യക്ഷപ്പെടുന്നത്. ഒരിക്കൽ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ഉടനെ യോഹന്നാൻ സഖരിയാവ് ഭയന്നുപോയി. ഉടനെ തന്നെ ഈ ദൂതൻ പറയുന്നു, സഖരിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. എത്ര വ്യക്തവും കൃത്യവുമായിട്ടാണ് ദൂത് പറയുന്നതെന്ന് നമുക്കിവിടെ പഠിപ്പാൻ കഴിയും. എന്നാൽ 18-ാം വാക്യം വായിക്കുമ്പോൾ തിരിച്ച് സഖരിയാവ് പറയുന്നൊരു ഭാഗമുണ്ട്. ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സെന്നുള്ളൂവല്ലോ എന്ന് പറഞ്ഞു. ഉടനെ അവിശ്വസിക്കുകയാണ്. ഇത്രയും ദീർഘനാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ടാണല്ലോ ദൂതൻ പറയുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തരുമ്പോൾ അവിശ്വസിക്കരുത്. ഇതുപോലെയാണ് അബ്രഹാമിന്റെ വീട്ടിൽ ഒരിക്കൽ ദൂതൻ പറഞ്ഞു, അടുത്ത വർഷം നിനക്കൊരു മകനെ തരും. അപ്പൊ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. സാറ വൃദ്ധയാണ്, അബ്രഹാം വൃദ്ധനാണ്. ഉടനെ ദൂതൻ പറഞ്ഞു, നീ ചിരിച്ചു. സാറ പറഞ്ഞു, ഇല്ല, ചിരിച്ചില്ല. ദൂതൻ വീണ്ടും പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. പക്ഷെ സാറയെ അവിടെ ശിക്ഷിച്ചില്ല. സഖരിയാവിന് ചെറിയ ശിക്ഷ കൊടുത്തു. എന്തുകൊണ്ട് സാറയെ ശിക്ഷിച്ചില്ല? ഒരു ചിന്തകൻ പറഞ്ഞത്, സാറയ്ക്ക് അത്ര അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറിച്ച് സഖരിയാവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ദീർഘവർഷങ്ങൾ ആലയത്തിൽ ശുശ്രൂഷിക്കുകയല്ലേ. എത്രയോ വർഷങ്ങൾ അബ്രഹാമിന്റെയും സാറയുടെയും ചരിത്രം പ്രസംഗിച്ചിട്ടുള്ള ആളാണ് സഖരിയാവ്. പക്ഷെ ജീവിതത്തിൽ വന്നപ്പോൾ വിശ്വസിപ്പാൻ കഴിയുന്നില്ല. ഇതുപോലെയാണ് അപ്പോസ്തലപ്രവൃത്തിയിലും പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. പത്രോസ് വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോഴും വിശ്വസിപ്പാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്നവരായിരിക്കാം. ഇനി ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. പ്രാർത്ഥന ഒരിക്കലും മരിക്കുന്നില്ല. ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, വേദശാസ്ത്രപരമായിട്ട് അത്ര അങ്ങോട്ട് ചിന്തിക്കാനില്ലെങ്കിലും നാം മരിച്ചാലും പ്രാർത്ഥന മരിക്കുകയില്ല. മറ്റൊന്ന്, മരിച്ചാലും ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. തെളിവ്, മോശയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇത്രയും ജനത്തെ നടത്തിക്കൊണ്ട് വന്നിട്ട് അവിടെ ഒന്ന് കാലുകുത്താൻ. പക്ഷേ ജീവകാലത്ത് അത് സംഭവിച്ചില്ല, കഴിഞ്ഞില്ല. എന്നാൽ യേശു മറുവ മലയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മോശയും ഏലിയാവും അവിടെ കാലുകുത്തി. പ്രാർത്ഥിക്കുന്ന നമ്മൾ മരിച്ചാലും പ്രാർത്ഥന മരിക്കുന്നില്ല. ദൈവം നിവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ അവിശ്വസിക്കരുത്. ദീർഘവർഷങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വന്നാലും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.